സങ്കീർത്തനം 107:19. അവർ തങ്ങളുടെ കഷ്ടതയിൽ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് സകല ഞെരുക്കങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. പ്രൈസ് ദി ലോർഡ്. തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് സകല ഞെരുക്കങ്ങളിൽ നിന്ന് അവരെ വിടുവിച്ചു. തൻ്റെ വചനമയച്ചവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, നമ്മൾ വരുന്ന നിമിഷങ്ങളിൽ കർത്താവിൻ്റെ സൗഖ്യദായകമായ വചനം ശ്രവിക്കാൻ പോവുകയാണ്. നമ്മളുമായി ഈ വചന സന്ദേശം പങ്കുവയ്ക്കുക പ്രശസ്ത ധ്യാനഗുരുവും വചനപ്രഘോഷകനുമായ ബഹുമാനപ്പെട്ട ജോബ് കൂട്ടിങ്ങൽ അച്ഛനാണ്. അച്ഛന് എറണാകുളം അതിരൂപതയുടെ എവാഞ്ചലൈസേഷൻ മിനിസ്ട്രിയുടെ ഡയറക്ടറായിട്ട് 5 വർഷം സേവനം അനുഷ്ഠിച്ചു. അതിനുശേഷം 10 വർഷക്കാലം ചിറ്റൂർ ധ്യാനമന്ദിരത്തിൻ്റെ ഡയറക്ടറായിട്ട് ശുശ്രൂഷ ചെയ്തു. ഇപ്പോഴും അച്ഛൻ അവിടെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ എറണാകുളത്ത് പാലാരിവട്ടടുത്ത് കർണക്കുടം സെൻറ്റ് ജൂഡ് ദേവാലയം വികാരി അച്ഛനും കൂടിയാണ്. അച്ഛന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിലും അതിശക്തമായ കർത്താവിൻ്റെ വചനത്തിന് സാക്ഷ്യം വഹിക്കുന്ന കർത്താവിൻ്റെ ശക്തമായ ഒരു ഉപകരണമാണ്. വളരെ സന്തോഷത്തോടെ നമുക്ക് അച്ഛനെ ഈ വചനവേദിയിൽ സ്വീകരിക്കാം. ദൈവസമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. കണ്ണുകൾ ശാന്തമായി അടച്ച് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം നമ്മളിൽ ഓരോരുത്തരിലും, എന്നിലും നിങ്ങളിലും എല്ലാവരിലും ഉണ്ടാകുവാൻ വേണ്ടി നമുക്ക് ഈ സമയം കരങ്ങൾ യാചന രൂപത്തിൽ പിടിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് നിറയാനായിട്ട്. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. എല്ലാവരും ചേർന്ന് പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ഇരുകരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാടാം. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹീതയാവുന്നു. നിന്റെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിനെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം പറയാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇരിക്കാം എല്ലാവരും. മാതാവിൻ്റെ തൊട്ടടുക്ക് നിൽക്കുമ്പോൾ എൻ്റെ മനസ്സ് അമ്മയുടെ പക്കലേക്ക് തന്നെയാണ് ഉയരുന്നത്. എനിക്ക് മുൻപ് 2 ചേട്ടന്മാരുണ്ടായിരുന്നു. ഒരു ചേട്ടനെ പ്രസവിച്ച് 7-ാം ദിവസം മരിച്ചു. മറ്റൊരു ചേട്ടൻ 11-ാം ദിവസം മരിച്ചു. പിന്നെ ഏറ്റവും മൂത്തത് ചേച്ചിയാണ്. ചേച്ചിയുടെ നേരെ താഴെ 2 ആണുങ്ങളുണ്ടായി. അവർ 2 പേരും ഇങ്ങനെ ഇത്രയും ദിവസങ്ങൾക്കുള്ളിൽ മരിച്ചു എന്നുള്ളതാണ്. പിന്നീട് എൻ്റെ അമ്മച്ചി ഗർഭം ധരിച്ചു. അപ്പോൾ ആ ഗർഭസ്ഥാവസ്ഥയിൽ അമ്മ എപ്പോഴും നിവർന്നു കിടന്നുകൊണ്ട് അമ്മയുടെ കൈവശമുണ്ടായിരുന്ന ജപമാല എടുത്ത് ആ വയറിൻ്റെ പുറത്ത് വെച്ചുകൊണ്ട് എപ്പോഴും
ജപമാല അർപ്പിക്കുമായിരുന്നു. ഇനി എൻ്റെ ദൈവമേ, എൻ്റെ വയറ്റിൽ കൊച്ചുണ്ട്, ഇത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും സ്വീകരിക്കാൻ തയ്യാറാണ്, അതിനെ ജീവനോടെ തിരിച്ചു തന്നേക്കണമേ എന്നായിരുന്നു അമ്മയുടെ പ്രാർത്ഥന. പ്രസവത്തിൻ്റെ സമയമായപ്പോൾ അക്കരയിൽ എൻ്റെ വീട് ചേർത്തലയാണ്, കായലോരത്താണ് എൻ്റെ വീട്. അന്ന് ആ കാലങ്ങളിൽ യാത്രാസൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. വീട്ടിലെ വഞ്ചിയിൽ തന്നെ എൻ്റെ ചാച്ചൻ അമ്മച്ചിയെ പിടിച്ചു കിടത്തി. പ്രസവവേദന ആരംഭിച്ചപ്പോൾ അതിന് 40 മിനിറ്റ് തുഴഞ്ഞാലേ അക്കരെ ചെല്ലുള്ളൂ. ഏതായാലും കായലിൻ്റെ മധ്യഭാഗമായപ്പോൾ പ്രസവവേദന കൂടി വന്നു. ആ സമയത്ത് അപ്രതീക്ഷിതമായിട്ടൊരു കൊടുങ്കാറ്റുണ്ടായി. ചാച്ചൻ അമരത്തിരുന്നു കൊണ്ട് തുഴയുവാണ്, ഭയങ്കര സ്പീഡിലാണ് തുഴയുന്നത്. അതേസമയം തന്നെ ആ തുഴയിടുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം, അതും എല്ലാം ചെയ്യുന്നുണ്ട്. അമരത്തിരുന്നു കൊണ്ട് എൻ്റെ ചാച്ചൻ അമ്മച്ചിയോട് പറഞ്ഞു, നിൻ്റെ കയ്യിലിരിക്കുന്ന കൊന്തയെടുത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നീ അമ്മയെ വിളിക്ക്, അമ്മേ മാതാവേ എന്ന് നീ വിളിക്ക്. അമ്മച്ചി അങ്ങനെ കയ്യിൽ ജപമാല പിടിച്ച് ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഉച്ചത്തിൽ വിളിച്ചു, എൻ്റെ അമ്മേ മാതാവേ എന്ന്. അങ്ങനെ 5 or 6 പ്രാവശ്യം വിളിച്ച ആ സമയത്താണ് എൻ്റെ അമ്മയുടെ വയറ്റിൽ നിന്ന് ഞാൻ പുറത്തേക്ക് പോകുന്നത്. എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചത് ഒരു കായലിൽ, ഒരു വഞ്ചിയിലാണ്. ഇന്ന് ഇവിടെ നിന്ന് എൻ്റെ അമ്മയെക്കുറിച്ചും എൻ്റെ അമ്മ പരിശുദ്ധ കന്യകാ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചത് കൊണ്ടും ഉണ്ടായ ആ വലിയ അനുഭവത്തെക്കുറിച്ച് പറയുവാൻ എനിക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട്. എല്ലാവരും ഒന്ന് കൈയടിച്ച് കയ്യർത്താനും മഹത്വപ്പെടുത്താം. ഈ സമയത്ത് എൻ്റെ ചാച്ചനും അമ്മച്ചിയും സ്വർഗത്തിലിരുന്നു കൊണ്ട് നിങ്ങളുടെ കയ്യടി കേട്ട് ഒത്തിരിയേറെ സന്തോഷിക്കുന്നുണ്ട്. മാത്രവുമല്ല, അവർ സ്വർഗത്തിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർ സ്വർഗത്തിലിരുന്നു കൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി തമ്പുരാൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുകയും അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്ന് വാങ്ങി എനിക്കും നിങ്ങൾക്കും നൽകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ചിന്തയിൽ കടന്നു വന്നത് പരിശുദ്ധ അമ്മയെക്കുറിച്ച് തന്നെ പറയുവാനാണ്, മാതാവിനെക്കുറിച്ച് പറയുവാൻ. അതിന് ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുമില്ല. കാരണം നമ്മുടെ ഈ ശാലോം സെൻറ്റർ മാതാവിന് സമർപ്പിച്ചിരിക്കുന്നതാണ് ഒന്ന്. രണ്ടാമത്തേത് വിശുദ്ധ ഔസേപ്പിതാവിന് സമർപ്പിച്ചിരിക്കുന്നതാണ്. ഇവിടുത്തെ TV പ്രോഗ്രാംസ് മുഴുവനും വിശുദ്ധ ഔസേപ്പിതാവിന് സമർപ്പിച്ചിരിക്കുന്നതാണ്. അപ്പോൾ രണ്ടുപേർക്കും പരാതിയൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് പകുതി മാതാവിനും പകുതി ഔസേപ്പിതാവിനും കൊടുത്തപ്പോൾ പ്രശ്നം തീർന്നു. ഏതായാലും മാതാവിൻ്റെയും ഔസേപ്പിതാവിൻ്റെയും ശക്തമായ മധ്യസ്ഥതയിലൂടെ നമ്മുടെ ഈ വലിയ ശുശ്രൂഷ ആലയത്തെ, ഈ ശുശ്രൂഷാ കേന്ദ്രത്തെ ലോകം മുഴുവനിലും എത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിനോർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 18-ാം വാചകത്തിൽ പറയുന്നുണ്ട്, നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം നീ വിനീതനാവുക. വലതുകരം ഉയർത്തി എല്ലാവരും എന്ന് പറയാമോ? നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം നീ വിനീതനാവുക. അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും. അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും. കർത്താവിൻ്റെ കൃപയ്ക്ക് പാത്രമായ ഒരമ്മയാണ് കന്യകാ മാതാവ്. അതിന് കാരണം അവൾ ദൈവത്തിൻ്റെ അമ്മയായി തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും ആ ദൈവത്തിൻ്റെ മുമ്പിൽ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എളിമപ്പെടുത്തി എന്നുള്ളതിൻ്റെ പേരിലാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ദൂത് അവളുടെ മുമ്പിൽ വന്നപ്പോൾ പറഞ്ഞത്, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. അപ്പോൾ ദൈവത്തിൻ്റെ കൃപ ലഭിക്കുമെന്ന് പറഞ്ഞല്ലോ. നീ ദൈവത്തിന് മുമ്പിൽ എന്തുമാത്രം വിനീതനാകുന്നുവോ, നീ എന്തുമാത്രം താഴേക്കിറങ്ങുന്നുവോ, നീ എന്തുമാത്രം എളിമപ്പെടുന്നുവോ, അത്രയ്ക്കധികമായി ദൈവം തമ്പുരാൻ നിന്നിലേക്ക് കൃപ വർഷിക്കും. കൃപയുടെ നിറവ് അപ്പോഴുണ്ടാകും. നീ എന്തോരെ താന്നു പോകുന്നുവോ അത്രയ്ക്ക് കൂടുതലായിട്ട് എന്ത് തരും? കൃപ തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഞാൻ മാതാവിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ 3 കാര്യങ്ങളാണ് അമ്മ ചെയ്തതായിട്ട് എൻ്റെ മനസ്സിൽ വരിക. ഒന്ന്, മാതാവ് യേശുവിനെ സ്വീകരിച്ചു. 2, മാതാവ് യേശുവിനെ സംവഹിച്ചു. 3, മാതാവ് യേശുവിനെ സമ്മാനിച്ചു. ഓർക്കാൻ എളുപ്പമാണ്. കൊണ്ട് ആരംഭിക്കുന്ന 3 കാര്യങ്ങൾ. 1 സ്വീകരിച്ചു, 2 സംവഹിച്ചു, 3 സമ്മാനിച്ചു. എല്ലാവരും ഒന്ന് പറയാമോ? 1 സ്വീകരിച്ചു, 2 സംവഹിച്ചു, 3 സമ്മാനിച്ചു. അത് 1 യേശുവിനെ സ്വീകരിച്ചു, 2 യേശുവിനെ സംവഹിച്ചു, 3 യേശുവിനെ സമ്മാനിച്ചു. ഇതാണ് മാതാവ് ഈശോയോട് ചേർന്ന് നിന്ന് ചെയ്ത 3 മഹാകാര്യങ്ങൾ. എത്ര വലിയ മരിയോളജി മാതാവിനെ കുറിച്ചുള്ള ദൈവശാസ്ത്രം പറഞ്ഞാലും അതിനകത്ത് ഇതെല്ലാം കിടപ്പുണ്ട്. എന്താണ് അമ്മയ്ക്ക് ഇന്ന് സഭയിലുള്ള പങ്ക്? എന്താണ് സഭയിലുള്ള സ്ഥാനം? എന്താണ് കത്തോലിക്ക വിശ്വാസത്തിൽ അമ്മയ്ക്കുള്ള സ്ഥാനം? എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അമ്മയ്ക്കുള്ള സ്ഥാനം എന്ത് എന്ന് നമ്മൾ ചിന്തിക്കണം. ദിവംഗതനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നു, കത്തോലിക്ക സഭയിൽ നിന്ന് നമ്മുടെ വിശ്വാസത്തെ പിടിച്ചു മാറ്റാൻ 2 കാരണങ്ങളുണ്ടാകും. 1, നമ്മളെ എല്ലാവരെയും വിശുദ്ധ കുർബാനയിൽ നിന്ന് അകറ്റുന്നു. 2, കന്യകാ മാതാവിൽ നിന്നും നമ്മളെ അകറ്റുന്നു. ഒരു കത്തോലിക്കൻ അവൻ വിശുദ്ധ കുർബാനയിൽ നിന്ന് അകന്നു പോയാൽ അവൻ്റെ വിശ്വാസം നഷ്ടപ്പെടുന്നു. രണ്ടാമത്തേത്, മാതാവിലുള്ള വിശ്വാസം അവൻ ഉപേക്ഷിച്ചാൽ അവൻ കത്തോലിക്ക വിശ്വാസത്തിൽ നിന്ന് ഒത്തിരിയേറെ അകലുന്നു. ഈ 2 കാര്യങ്ങളിൽ നിന്ന് നമ്മളെ എല്ലാവരെയും പിന്തിരിപ്പിക്കുവാൻ വേണ്ടി ഒത്തിരിയേറെ പ്രതിലോമ ശക്തികൾ, അതല്ലെങ്കിൽ അതർ സെക്ടറുകൾ മുൻപത്തേക്കാൾ കൂടുതലായിട്ട് ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാലയളവിലാണ് പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞത്, ആ ശത്രുക്കളെയെല്ലാം തുരത്താൻ വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ജപമാല ഉണ്ടായിരിക്കട്ടെ എന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാർപ്പാപ്പ പറഞ്ഞു, ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ ഈസ് ദ ഹോളി റോസറി ടു ഫൈറ്റ് അഗൻസ്റ്റ് ദ ഈവിൾ ഓഫ് ദിസ് മോഡേൺ ഏജ്. ഈ കാലഘട്ടത്തിൻ്റെ തിന്മയ്ക്കെതിരെ അടരാടുവാൻ വേണ്ടി, പിടിച്ചു നിൽക്കുവാൻ വേണ്ടി ദൈവം തമ്പുരാൻ മാതാവ് വഴി നമ്മൾക്ക് നൽകിയിരിക്കുന്ന വലിയൊരായുധമാണ് ജപമാല. ജപമാല. അതുകൊണ്ട് ജപമാല നമ്മുടെ കൈവശം എപ്പോഴും ഉണ്ടായിരിക്കണം. ജപമാല ചൊല്ലുന്ന വീടുകളുണ്ടായിരിക്കണം. നമ്മളിവിടെ ഭാഗ്യവശാൽ ഈ കർമ്മങ്ങളെല്ലാം ആരംഭിച്ചത് മാതാവിനുള്ള ജപമാല അർപ്പിച്ചുകൊണ്ടാണ്, മാതാവിൻ്റെ മധ്യസ്ഥം തേടിക്കൊണ്ടാണ്, മാതാവിനെ വാനോളം പുകഴ്ത്തിക്കൊണ്ടാണ് നമ്മളിവിടെ ഇന്നത്തെ ശുശ്രൂഷയെല്ലാം ആരംഭിച്ചതെങ്കിൽ എൻ്റെ പ്രിയമുള്ള മക്കളെ, എനിക്ക് പറയാൻ സാധിക്കും, ഇവിടെ മാതാവിൻ്റെ ശക്തമായ മധ്യസ്ഥതയോടെ ഒത്തിരി 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 ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മുടെ ഈ ശാലോമിൽ സംഭവിക്കാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മാലാഖ മാതാവിൻ്റെ മുമ്പിൽ വന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ എങ്ങനെ സംഭവിക്കും എന്നൊരു ചോദ്യം മാതാവ് ചോദിച്ചു. ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ, ഞാൻ ഗർഭം ധരിക്കണം, പക്ഷേ ഞങ്ങൾ 2 പേരും കൂടി വാക്ക് കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ നിത്യബ്രഹ്മചാരികളായി ജീവിച്ചു കൊള്ളാമെന്ന്. പിന്നെ ഇതെങ്ങനെയാണ് ഞാനൊരു കൊച്ചിനെ ഗർഭം ധരിച്ച് പ്രസവിക്കുക എന്നുള്ള സംശയം സ്വാഭാവികമായിട്ടും ഉണ്ടാകാവുന്നതാണ്. പക്ഷെ അവിടെ മാതാവിനോട് ദൈവദൂതൻ കൽപ്പിച്ചു, ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ലല്ലോ, ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ലല്ലോ. അതായത് നിന്റെ കന്യകാത്വത്തിന് യാതൊരു ഭംഗവും വരുത്താതെ, യാതൊരു കോട്ടവും വരുത്താതെ, നിന്റെ കന്യകാവ്രതത്തിന് യാതൊരു കോട്ടവും വരുത്താതെ നീ കന്യകായി തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ നിന്റെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞിനെ ജനിപ്പിക്കുവാൻ ദൈവത്തിന് സാധിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്വരമേറ്റി പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതാ കർത്താവിൻ്റെ ദാസി. അപ്പോഴാണ് മാതാവ് പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ ഇതാ കർത്താവിൻ്റെ ദാസി. ദൈവത്തിന് ഒന്നും അസാധ്യമായിട്ടില്ല എങ്കിൽ, ദൈവത്തിനെല്ലാം സാധ്യതമാകുകയാണെങ്കിൽ ഓക്കെ, റെഡി, എല്ലാം ഞാൻ സമർപ്പിക്കുന്നു. ഇതാ കർത്താവിൻ്റെ ദാസി. അതാണ് മാതാവിൻ്റെ സമ്പൂർണ്ണ സമർപ്പണം എന്ന് പറയുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ മുമ്പിൽ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ ആ നിമിഷത്തിൽ മാതാവിൻ്റെ ഉദരത്തിൽ കർത്താവ് പിറക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവൾ യേശുവിനെ സ്വീകരിക്കുകയാണ് ചെയ്തത്. യേശുവിനെ സ്വീകരിക്കണമോ? മാതാവ് ചെയ്തതുപോലെ യേശുവിനെ സ്വീകരിക്കണമെങ്കിൽ
എൻ്റെ വത്സല മക്കളെ, ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ മുൻപിൽ ഇതാ കർത്താവിൻ്റെ ദാസൻ, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് നമ്മൾ പറയണം. നമ്മൾ താഴേക്ക് എന്തോരെ ഇറങ്ങി വരുന്നുവോ അത്രയ്ക്ക് ശക്തമായി കർത്താവ് നമ്മളിൽ പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമ്മൾക്ക് കുടുംബജീവിതത്തിലും ഈ താഴ്ന്നു വരിക എന്നുള്ളത് ആവശ്യമാണ്. ഒരു ഭർത്താവ് താഴ്ന്നു നിൽക്കണം, ഒരു ഭാര്യ താഴ്ന്നു നിൽക്കണം, ഒരപ്പൻ താഴ്ന്നു നിൽക്കണം, ഒരമ്മ താഴ്ന്നു നിൽക്കണം. എളിമയോടെ അവിടെ പ്രവർത്തിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ കൃപയുടെ നിറവ് നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. സമ്പത്ത്, സ്ഥാനമാനങ്ങൾ ഇതൊന്നും അല്ല എന്ന് നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് ആന്തരികമായ സമാധാനമാണ്, ആന്തരികമായ സ്വസ്ഥതയാണ്. അത് വേണമെങ്കിൽ നമ്മൾ ദൈവത്തിന് മുമ്പിൽ താഴേക്ക് വരണം, എളിമപ്പെടണം. കർത്താവായ ഈശോയെ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കൂടെ കരമുയർത്തി പിടിച്ച് പ്രാർത്ഥിക്കുക. കർത്താവായ ഈശോയെ, അവിടുത്തെ ആത്മാവിനെ എന്നിലേക്ക് അയക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. മദർ തെരേസയെ കുറിച്ച് ചിന്തിക്കുമ്പോഴും ഇത് തന്നെയാണ്. ആ അമ്മ എന്തോരെ താഴേക്ക് ഇറങ്ങി വന്നു. അത്രയ്ക്ക് ശക്തമായി ദൈവത്തിൻ്റെ ആത്മാവ് മദർ തെരേസയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. കൽക്കട്ടയിലായിരുന്നപ്പോൾ താൻ സ്ഥാപിക്കാൻ പോകുന്ന കോൺഗ്രിഗേഷൻ എങ്ങനെയുള്ള കോൺഗ്രിഗേഷൻ ആയിരിക്കണമെന്ന് മദർ തെരേസ ഒത്തിരിയേറെ ചിന്തിച്ചു. ആ സന്യാസഭയുടെ വേഷമേതായിരിക്കണമെന്ന് മദർ തെരേസ ചിന്തിച്ചു. കൽക്കട്ടയിലെ മുനിസിപ്പാലിറ്റിയിൽ തോട്ടിപ്പണി ചെയ്യുന്ന സ്ത്രീകൾ ധരിച്ചിരിക്കുന്ന ആ വസ്ത്രം, കോറാത്തുണി, നീല ബോർഡറുള്ള കോറാത്തുണി ധരിച്ചാണ് അവർ പണി ചെയ്യുന്നത്. അപ്പോൾ മദർ തെരേസ നോക്കിയത് അവരുടെ വേഷമായിരിക്കട്ടെ, അത് സിസ്റ്ററാണെന്ന് തിരിച്ചറിയുവാൻ വേണ്ടി ഒരു കുരിശ് മാത്രം ഷോൾഡറിൽ പതിപ്പിച്ചു. അതാണ് സിസ്റ്റേഴ്സും ഈ തോട്ടിപ്പണി ചെയ്യുന്ന സ്ത്രീകളും തമ്മിൽ കണ്ടാൽ വ്യത്യസ്തമായി മനസ്സിലാക്കേണ്ടിയിരുന്നത്. അത്ര ചിന്തിച്ചാൽ നോക്കിക്കേ, എന്തോ ഒരു സിമ്പിളായി മദർ തെരേസ അത്രയധികമായി ദൈവം ആ അമ്മയെ ഉയർത്തി എന്നുള്ളതാണ് സത്യം. തൻ്റെ മടിയിൽ കിടക്കുന്ന കുഷ്ഠരോഗികൾക്ക് ചുംബനം കൊടുക്കുമ്പോഴും, തൻ്റെ മടിയിൽ കിടക്കുന്ന ക്യാൻസർ രോഗികൾക്ക് ചുംബനം കൊടുക്കുമ്പോഴും അമ്മ പറഞ്ഞിരുന്നു, ഐ ലവ് മൈ ജീസസ്. എൻ്റെ ഈശോയെ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു എന്ന് പറയാൻ, എൻ്റെ ഈശോയെ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞ് ഉമ്മ കൊടുക്കാൻ മദർ തെരേസയ്ക്ക് കഴിഞ്ഞത് അതുകൊണ്ടാണ്. ഞാൻ ഓർക്കുന്ന ഒരു ചെറിയ സംഭവമുണ്ട്. എൻ്റെ ഒരു റിലേഷൻപ്പെട്ട ഒരാൾ, അവൻ പോസ്റ്റ് ഗ്രാജുവേഷൻ എല്ലാം കഴിഞ്ഞ് വലിയൊരു കമ്പനിയിൽ, അഡ്വർടൈസിങ് കമ്പനിയിൽ വലിയൊരു മാനേജരായി മാറി. അവൻ ബോംബെയിൽ നിന്ന് കൽക്കട്ടയിലേക്ക് ട്രാൻസ്ഫറായി. കൽക്കട്ടയിൽ ചെന്നപ്പോൾ അവൻ്റെ മനസ്സിലൊരാഗ്രഹമായിരുന്നു, മദർ തെരേസയെ എങ്ങനെയെങ്കിലും ഒന്ന് കാണാൻ സാധിക്കണം. അവരതിനു വേണ്ട പരിശ്രമങ്ങളെല്ലാം നടത്തി. അപ്പോയിൻമെൻ്റൊക്കെ നേരത്തെ എടുത്തു. ആ പറഞ്ഞ ദിവസം പറഞ്ഞ സമയത്ത് അവൻ അവിടെ ഫുൾ സൂട്ടും കോട്ടും ഇട്ട് മദർ തെരേസയെ കാണാൻ ചെല്ലുകയാണ്. കാറിലാണ് ചെല്ലുന്നത്. ബെല്ലടിച്ചു. പാർലറിൽ മദർ വന്നു. കണ്ട ഉടനെ അവൻ അമ്മയ്ക്ക് സ്തുതിയും വണക്കമെല്ലാം പറഞ്ഞു. ഞാൻ അമ്മയെ കാണാൻ വന്നതാണ്, അമ്മ ഈ സ്ഥാപനത്തിലുള്ള എല്ലാവരെയും ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ഓക്കെ. ഒരു ചെറുപ്പക്കാരൻ അങ്ങനെ ഒരു ആഗ്രഹവുമായിട്ട് കടന്നു ചെന്നപ്പോൾ അമ്മയ്ക്ക് ഒത്തിരിയേറെ ആഗ്രഹമുണ്ടായി. മോനെ ഇങ്ങോട്ട് വന്നേ പറഞ്ഞു. അവനെ കൊണ്ടുപോയി ആദ്യമേ ക്യാൻസർ രോഗികൾ കിടക്കുന്ന ആ ബ്ലോക്കിലേക്കാണ് കൊണ്ടുപോയത്. എന്നിട്ട് അവനോട് പറഞ്ഞു, മോനെ കിടക്കുന്നവരെല്ലാവരും നീ കാണുന്നുണ്ടോ? ഇവരെല്ലാവരും വളരെയധികം വേദന അനുഭവിക്കുന്ന ക്യാൻസർ രോഗികളാണ്. ഇവരെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് കേട്ടോ. മോനൊരു കാര്യം ചെയ്യാമോ? ഈ കിടക്കുന്ന ക്യാൻസർ രോഗികളുടെ അടുക്കൽ ചെന്നിട്ട് നിനക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു ക്യാൻസർ രോഗിയുടെ അടുക്കൽ ചെന്ന് ഉമ്മ കൊടുക്കണം. ആ ക്യാൻസറുള്ള ഭാഗത്ത് ഉമ്മ കൊടുത്തുകൊണ്ട് നീ പറയണം, ഐ ലവ് മൈ ജീസസ് എന്ന് നിനക്ക് പറയാമോ? അവൻ കുറേ നേരം കൈവപ്പിന്ന് പറഞ്ഞു, നോ മദർ, എക്സ്ക്യൂസ് മീ, പറ്റുന്നില്ല. ഓക്കെ. മദർ പറഞ്ഞു, സാരമില്ല, അവിടുന്ന് പോരാൻ പറഞ്ഞു. നേരെ അടുത്ത ബ്ലോക്കിൽ കൊണ്ടുപോയത് കുഷ്ഠരോഗികൾ കിടക്കുന്ന സ്ഥലത്തേക്കാണ്. മോൻ ഈ കിടക്കുന്നതൊക്കെ തമ്പുരാൻ്റെ മക്കളാ. അവരുടെ അടുക്കൽ ചെന്നിട്ട് നിനക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു കുഷ്ഠരോഗിയുടെ അടുക്കൽ ചെന്ന് ആ കുഷ്ഠമുള്ള ഭാഗത്ത് ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് നീ പറയണം, ഐ ലവ് മൈ ജീസസ് എന്ന് പറഞ്ഞുകൊണ്ട് നീ ഒരു ഉമ്മ കൊടുക്കാമോ? അവൻ പറഞ്ഞു, പറ്റുന്നില്ല അമ്മ, എനിക്ക് പറ്റില്ല.
സാരമില്ല, അവിടുന്ന് പോരാൻ പറഞ്ഞു. വീണ്ടും കുഞ്ഞു കുട്ടികളെ കിടത്തി തൊട്ടിൽ കിടക്കുന്ന ഒത്തിരിയേറെ അനാഥ കുഞ്ഞുങ്ങളുണ്ട്. അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിയപ്പെട്ട കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവന്ന് മദർ തെരേസ തൊട്ടിലിട്ടിരിക്കുകയാണ്. അവിടെ ചെന്ന് എനിക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കുഞ്ഞിനെ എടുത്ത് പൊക്കിയിട്ട് ആ കുഞ്ഞിന് ഉമ്മ കൊടുത്തുകൊണ്ട് പറയാമോ, ഐ ലവ് മൈ ജീസസ്, ഐ ലവ് മൈ ഇൻഫന്റ് ജീസസ് എന്ന് എനിക്ക് പറയാമോ? ഓക്കെ, അത് ഞാൻ പറയാം. ആ കൊച്ചിനെ എടുത്ത് അവൻ ഉമ്മ കൊടുത്തു. എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവനോട് ചോദിച്ചു, മോനെ, നിനക്ക് ക്യാൻസർ രോഗികൾക്കും കുഷ്ഠരോഗികൾക്കും ഉമ്മ കൊടുക്കാൻ പറ്റിയില്ലല്ലോ, എന്താ പറ്റിയത് നിനക്ക്? എൻ്റെ അമ്മച്ചി, എനിക്കത് പറ്റണില്ല, എനിക്കത് പറ്റിയില്ല, സാധിക്കുകയില്ലല്ലോ. ഉടനെ മദർ തെരേസ പറഞ്ഞു, മോനെ, നിനക്ക് പറ്റും, ദൈവത്തിൻ്റെ ആത്മാവെൻ്റെ മോനെ നിൻ്റെ ഉള്ളിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ നിനക്കും ക്യാൻസർ രോഗികൾക്ക് ഉമ്മ കൊടുക്കാൻ പറ്റും, നിനക്കും കുഷ്ഠരോഗികൾക്ക് ഉമ്മ കൊടുക്കാൻ പറ്റും. ഞങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് ഞങ്ങളല്ല കേട്ടോ, ദൈവത്തിൻ്റെ ആത്മാവാണ്. ദൈവത്തിൻ്റെ ആത്മാവുണ്ടെങ്കിൽ ഈ താഴ്ന്ന തരത്തിലുള്ള ജോലി ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ ആത്മാവുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഉമ്മ കൊടുക്കുവാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് മോൻ ദൈവത്തിൻ്റെ ആത്മാവാൽ നിറയണം കേട്ടോ എന്ന് പറഞ്ഞ് അവനിട്ടിരുന്ന സൂട്ടും കോട്ടിലും കയറി പിടിച്ചിട്ട് പറഞ്ഞു, ബി സിമ്പിൾ ആസ് ജീസസ് ഈസ് സോ സിമ്പിൾ, ബി സിമ്പിൾ ആസ് ജീസസ് ഈസ് സോ സിമ്പിൾ. മോനെ, നീ ഇട്ടിരിക്കുന്ന സൂട്ടിനും കോട്ടിനും എന്ത് വില വരും? അവൻ പറഞ്ഞു, 10,000-15,000 രൂപ വില വരും. ഓ, ഇത്രയും വില പിടിച്ച സൂട്ടും കോട്ടും ഒക്കെ വേണോ മോനെ നിനക്ക്? അത് കമ്പനിയുടെ സ്റ്റാറ്റസ് അനുസരിച്ച് വേണോ അമ്മേ? അതുകൊണ്ട് ധരിച്ചെന്നേ ഉള്ളൂ. ഓക്കെ, സാരമില്ല മോനെ, ബി സിമ്പിൾ ആസ് ജീസസ് ഈസ് സോ സിമ്പിൾ, ബി സിമ്പിൾ ആസ് ജീസസ് ഈസ് സോ സിമ്പിൾ. അതവൻ്റെ മനസ്സിൽ കുറിക്കൊണ്ട് കേട്ടോ. അമ്മയ്ക്ക് സ്തുതിയെല്ലാം പറഞ്ഞ് ആ മഠത്തിൻ്റെ പടിയെല്ലാം കിടന്നു. കാർ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ കാറ് നിന്നുപോയി. കാറ് പിന്നെ മുന്നോട്ട് പോകുന്നില്ല, എടുക്കാൻ പറ്റുന്നില്ല. അവൻ ആവപ്പാടെ വിഷമായി, എന്തോ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവൻ തിരിച്ച് നടന്നു വന്ന് വീണ്ടും കോളിംഗ് ബെല്ലടിച്ചു. മദർ തെരേസ വന്നു. നീ പോയില്ലേ മോനെ? അവൻ പറഞ്ഞു, എനിക്ക് പോകാൻ പറ്റുന്നില്ല, എൻ്റെ കാറ് മുന്നോട്ട് പോകുന്നില്ല. ഉടനെ മദർ തെരേസ അവിടെ നിന്ന് പറഞ്ഞറിയാമോ, മോനെ, ദൈവം നിന്നെ വിളിക്കുന്നു, മോനെ, ദൈവം നിന്നെ വിളിക്കുന്നു. ദൈവം എന്നെ വിളിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ദൈവം നിന്നെ വിളിക്കുന്നു, അതിൻ്റെ ഒരു അടയാളമാണിത്. ഓക്കെ, നീ പ്രാർത്ഥിച്ചോളൂ, ദൈവം നിന്നെ അനുഗ്രഹിക്കും. വീണ്ടും അവനെ പറഞ്ഞു വിട്ടു. ചെന്ന് കാറെടുത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഒരു കുഴപ്പമില്ല, പോയി. പക്ഷെ അവൻ്റെ മനസ്സിൽ കുറിക്ക് കൊണ്ടുവന്നൊരു കൊച്ചു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു, ബി സിമ്പിൾ ആസ് ജീസസ് ഈസ് സോ സിമ്പിൾ. 3 മാസം കഴിഞ്ഞപ്പോൾ അവൻ മദർ തെരേസായ്ക്ക് എഴുതുകയാണ്, അമ്മേ, ഞാൻ എൻ്റെ ഈ വലിയ വില കൂടിയ വസ്ത്രം അഴിച്ചു മാറ്റുകയാണ്. എനിക്കിനി അമ്മയെപ്പോലെ ജോലി ചെയ്യുവാൻ സാധിക്കണം, സേവനം ചെയ്യുവാൻ കഴിയണം. മദർ തെരേസായുടെ കോൺഗ്രിഗേഷനിൽ, ബ്രദേഴ്സ് ഓഫ് ചാരിറ്റി എന്ന കോൺഗ്രിഗേഷനിൽ എന്നെ ഒരു അംഗമാക്കി തീർക്കാമോ? മദർ പറഞ്ഞു, നോ 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 നോ, പറ്റില്ല 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 എന്ന് പറഞ്ഞ് ആദ്യമേ നെഗറ്റീവായിട്ടാണ് റെസ്പോണ്ട് കൊടുത്തത്. എന്നിട്ട് പറഞ്ഞു, മോനെ, നീ ശക്തമായി പ്രാർത്ഥിക്ക്, ദൈവത്തിൻ്റെ വെളിപ്പെടുത്തൽ നിനക്ക് കിട്ടിയിട്ട് മതി കേട്ടോ, പെട്ടെന്നൊരു തീരുമാനം എടുക്കരുത്, നാളുകൾ നിനക്ക് തരാം. 1 വർഷം കാത്തിരുന്നു. ജോലി എന്നെല്ലാം രാജിവെച്ച് അവൻ 1 വർഷം കാത്തിരുന്ന് ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അവസാനം മദർ തെരേസ അവനെ വിളിച്ചു, മോനെ, തീരുമാനത്തിൽ നിന്ന് മാറ്റമുണ്ടോ? ഇല്ല, ഞാൻ മുന്നോട്ട് തന്നെയാണമ്മേ. ഓക്കെ, അങ്ങനെ അവനെ അവരുടെ കോൺഗ്രിഗേഷൻ ബ്രദേഴ്സ് ഓഫ് ചാരിറ്റിയിൽ അംഗമാക്കി ചേർത്തു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു ബ്രദറായി മാറി. അങ്ങനെ ജോസ് മോൻ എന്ന് പറയുന്ന ആ ബ്രദർ പിന്നീട് ബ്രദർ ജോസ് ആയി മാറി. പ്രൈസ് ദി ലോർഡ്. സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കേരള റീജിയൻ്റെ സുപ്പീരിയറായിട്ട് നിയമിതനായി കൊച്ചിയിൽ വന്നപ്പോൾ കരുണാലയം എന്ന് പറയുന്ന ഒരു വലിയ കേന്ദ്രത്തിൽ അതിൻ്റെ ഡയറക്ടറായി. കരുണാലയത്തിൽ വസിക്കുന്നത് പ്രായം ചെന്ന് എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട പ്രായം ചെന്ന വല്യപ്പന്മാരാണ്. ആ വല്യപ്പന്മാരെയാണ് അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നത്. ബോധമില്ലാതെ കിടക്കുന്ന അപ്പന്മാർ, അറിയാതെ മലവും മൂത്രവും വിസർജനം ചെയ്യുന്ന അപ്പന്മാർ. ഞാൻ ഒരിക്കൽ അവനെന്നെ വിളിച്ചു, ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഒരു കുർബാന അർപ്പിക്കാൻ ചേട്ടൻ വരുമോ എന്ന്. ഞാൻ പറഞ്ഞു, ചെല്ലാം. തലേ ദിവസം തന്നെ ചെന്നു, അവരുടെ കൂടെയൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം രാവിലെ കുർബാനയും കഴിഞ്ഞു, ബലിയർപ്പണവും കഴിഞ്ഞ് നേരെ ഈ ബ്രദേഴ്സ് 7 പേരും കൂടെ ചെല്ലുന്നത് മലമൂത്രത്തിൽ കിടക്കുന്ന അപ്പന്മാരുടെ അടുക്കലേക്കാണ്. 5 or 6 പേര് അബോധാവസ്ഥയിൽ കിടക്കുന്നുണ്ട്. ഞാൻ നോക്കിയപ്പോഴേ വലിയ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്ന എൻ്റെ ഈ പറയുന്ന കൂട്ടുകാരൻ, അവൻ അവിടെ അബോധാവസ്ഥയിൽ കിടക്കുന്ന ആ അപ്പന്മാരുടെയൊക്കെ മലം കൈകൾ കൊണ്ട്, ഗ്ലൗസ് ഒന്നും ഇടാതെ കൈകൾ കൊണ്ട് എടുക്കുകയാണ്. അതെടുത്ത്
അടുത്ത ചോറ്റുപാത്രത്തിൽ എന്ന പോലെ ഒരു കൊച്ചു കൊച്ചു പാത്രത്തിൽ നിക്ഷേപിക്കുകയാണ്. ഞാൻ ചോദിച്ചു, എൻ്റെ ദൈവം ഇതും കൂടെ കൊണ്ടുപോയി ഇടാൻ പോകുന്നത്? അതുപോലെ പൊതുവായിട്ടൊരു സ്ഥലത്ത് കൊണ്ടുപോയി നിക്ഷേപിക്കുകയാണത്. അവർ ആ ബ്രദേഴ്സ് അതെല്ലാം ചെയ്തപ്പോൾ ഒത്തിരിയേറെ സന്തോഷത്തോടു കൂടി അത് ചെയ്യുന്ന കണ്ടപ്പോൾ, എൻ്റെ ദൈവമേ, എനിക്കിത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്ത് ഞാൻ വിഷമിക്കുകയായിരുന്നു. ഞാൻ ചോദിച്ചു, ഇടാ മോനെ, നിങ്ങൾക്ക് ഈ ബ്രദേഴ്സിന് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്? ഉടനെ അവൻ പറഞ്ഞത്, മദർ തെരേസയുടെ ഒരു കൊച്ചു കൊട്ടേഷൻ കണ്ടോ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്, വെൻ യു ടച്ച് ദ പൂറസ്റ്റ് ഓഫ് ദ പുവർ യു ആർ ടച്ചിങ് ജീസസ് ഇൻ യുവർ ഹാൻഡ്സ്. വെൻ യു ടച്ച് ദ പൂറസ്റ്റ് ഓഫ് ദ പുവർ, പാപങ്ങളിൽ പാവപ്പെട്ടവനെ നീ തൊടുമ്പോൾ കർത്താവിനെ തന്നെയാണ് നീ തൊടുന്നതെന്ന് നീ ഓർത്തുകൊള്ളുക. അതാണ് അച്ഛാ ഞങ്ങളെ ഈ പ്രവൃത്തി ചെയ്യുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നത്, ബലപ്പെടുത്തുന്നതെന്ന്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഉന്നതമായ ജോലിയെല്ലാം വേണ്ടാന്ന് വെച്ചിട്ട്, സ്ഥാനമാനങ്ങളെല്ലാം വേണ്ടാന്ന് വെച്ചിട്ട്, യേശുവിന് വേണ്ടിയിട്ട് ഈ പരിശുദ്ധ വേല ചെയ്യുവാൻ ഇവരെയെല്ലാം പ്രേരിപ്പിച്ചത് ദൈവത്തിൻ്റെ മുമ്പിൽ അവർ തന്നെ താഴ്മപ്പെടുത്തിയതുകൊണ്ടാണ്, എളിമപ്പെടുത്തിയത് കൊണ്ടാണ്. അതാണ് നമ്മുടെ മാർപ്പാപ്പായ്ക്കും ചെയ്യാനിടയായതെന്ന് ഞാൻ പറയും. പ്രൈസ് ദി ലോർഡ്. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. എയ്ഡ്സ് രോഗികൾക്ക് കാല് കഴുകി ചുംബനം കൊടുക്കാൻ മാർപ്പാപ്പയ്ക്ക് കഴിഞ്ഞെങ്കിൽ ആ മക്കളിലും ദൈവത്തിൻ്റെ മുഖം കാണുവാൻ മാർപ്പാപ്പയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊന്ന് സ്വതന്ത്രമായി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിൽ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, സ്തുതി, മഹത്വം, ആരാധന, 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 ആരാധന. കർത്താവിനെ സ്വീകരിക്കണമെങ്കിൽ നമ്മൾ മാതാവിനെ പോലെ ദൈവത്തിൻ്റെ മുമ്പിൽ ഇതാ കർത്താവിൻ്റെ ദാസി, ഇതാ കർത്താവിൻ്റെ ദാസൻ എന്ന് പറയണം. രണ്ടാമത്തെ പോയിന്റ് മാതാവിനെ കുറിച്ച് പറയുന്നത്, പരിശുദ്ധ അമ്മ യേശുവിനെ സംവഹിച്ചു എന്നാണ്. അവളുടെ ഗർഭപാത്രത്തിൽ ഈശോയെ സ്വീകരിച്ചു, സംവഹിച്ചു, കൊണ്ടു നടന്നു, വഹിച്ചു. നമ്മൾക്കും യേശുവിനെ വഹിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളും നമ്മളെ തന്നെ പൂർണ്ണമായും വിട്ടുകൊടുക്കണം. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ മാത്രയിൽ അവരുടെ ഗർഭപാത്രത്തിലേക്ക് യേശു തമ്പുരാൻ കടന്നു വന്നുവെങ്കിൽ നമ്മളും നമ്മുടെ ഉള്ളിലേക്ക് കർത്താവ് കടന്നു വരണമെങ്കിൽ നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം, ഇതാ കർത്താവിൻ്റെ ദാസൻ, ഇതാ കർത്താവിൻ്റെ ദാസി. എന്നിട്ട് യേശുവിനെ ഉള്ളിൽ സ്വീകരിക്കുക. യേശുവിനെ ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ നന്മയ്ക്കായിട്ട് പുറപ്പെടുക. പ്രൈസ് ദി ലോർഡ്. സംവഹിച്ചുകൊണ്ട് കർത്താവിനെ സംവഹിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ. പ്രൈസ് ദി ലോർഡ്. 2 കൊരിന്തോസ് 2-ാം അധ്യായത്തിൻ്റെ 15-ാം വാചകത്തിൽ പൗലോസ്ലീഹ എഴുതി വെച്ചിട്ടുണ്ട്, രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ശിക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നാം എല്ലാവരും ദൈവത്തിന് യേശുവിൻ്റെ പരിമളം പരത്തുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. പലതരം ഉയർത്താമോ? എല്ലാവരും വചനമെന്ന് ഉറക്കെ ഏറ്റു പറയണം. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ശിക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നാം എല്ലാവരും ദൈവത്തിന് യേശുവിൻ്റെ പരിമളം പരത്തണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവിനെ സംവഹിച്ചുകൊണ്ട് മാതാവ് എലിസബത്തിനെ ശുശ്രൂഷിക്കുവാനായിട്ട് പോകുന്നു. ജോഷുവയുടെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 9-ാം തിരുവാക്യത്തിൽ പറയുന്നുണ്ട്, നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്റെ കൂടെ ഉണ്ടായിരിക്കും. വിശ്വാസത്തോടെ നേരിട്ട് പറയാമോ? എല്ലാവരും കൂടെ പറഞ്ഞേ, നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി പറയാം, എന്റെ ദൈവമായ കർത്താവ്, എന്റെ ദൈവമായ കർത്താവ് ഞാൻ പോകുന്നിടത്തെല്ലാം എന്റെ കൂടെ ഉണ്ടായിരിക്കും, എന്റെ കൂടെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനെയും സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധ കന്യകാ മാതാവ് എലിസബത്തിനെ ശുശ്രൂഷിക്കാനായിട്ട് പോയപ്പോൾ അവളുടെ കൂടെ ആരുണ്ടായിരുന്നു?
കർത്താവ് ഉണ്ടായിരുന്നു. അതാണ് എൻ്റെ ദൈവമായ കർത്താവ് ഞാൻ പോകുന്നിടത്തെല്ലാം എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. നമ്മളെല്ലാം നന്മ പ്രവൃത്തികൾ ചെയ്യുവാൻ പോകുന്നു, എവിടെയെല്ലാം ശുശ്രൂഷയ്ക്കായി പോകുന്നു, എവിടെയെല്ലാം വചനം പ്രസംഗിക്കുവാൻ പോകുന്നു, എവിടെയെല്ലാം ഗാന ശുശ്രൂഷയ്ക്കായിട്ട് പോകുന്നു, എവിടെയെല്ലാം ആതുര ശുശ്രൂഷയ്ക്കായിട്ട് പോകുന്നു, എവിടെയെല്ലാം ശാലോം മാഗസീനുമായിട്ട് പോകുന്നു, എവിടെയെല്ലാം ശാലോം പബ്ലിക്കേഷനുമായിട്ട് പോകുന്നു. ഓർക്കണമേ, 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 ഞാൻ ഒറ്റയ്ക്കല്ല, 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 മറിച്ച് എൻ്റെ കൂടെ എൻ്റെ കർത്താവും കൂടെയുണ്ട്. എൻ്റെ കർത്താവും കൂടെയുണ്ട് എന്നുള്ള ബോധ്യമാണ് മക്കളെ നമ്മളെ എല്ലാവരെയും ഈ പ്രേക്ഷിത വേല ചെയ്യുവാൻ നമ്മളെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രസവത്തിലൂടെ മാതാവ് ഈശോയെ ലോകത്തിനായി സമ്മാനിച്ചു. പ്രസവത്തിലൂടെ മാതാവ് ഈശോയെ ലോകത്തിന് സമ്മാനിച്ചു. സ്വീകരിച്ചു, സമ്മതിച്ചു, സമ്മാനിച്ചു. ഒന്നുകൂടെ പറയാമോ? സ്വീകരിച്ചു, സമ്മതിച്ചു, സമ്മാനിച്ചു. മാതാവ് ചെയ്ത 3 കാര്യങ്ങൾ. സമ്മാനിച്ചു, പ്രസവത്തിലൂടെ, ദുഃഖപൂർണമായ പ്രസവത്തിലൂടെ, കഷ്ടപ്പാടുള്ള പ്രസവത്തിലൂടെ കർത്താവിനെ മാതാവ് സമ്മാനിക്കുകയാണ് ചെയ്തത്. നമ്മൾ 2 കൈ നീട്ടി ആ കർത്താവിനെ സ്വീകരിക്കുകയാണ്. യേശു എൻ്റെ രക്ഷകനാണ്, യേശു എൻ്റെ നാഥനാണ്. പ്രൈസ് ദി ലോർഡ്. സ്വരമേറ്റി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാഹൂമിന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എൻ്റെ കർത്താവ് നല്ലവനും കഷ്ടതയുടെ നാളിൽ എൻ്റെ അഭയദുർഗവുമാണ്. എൻ്റെ കർത്താവ് നല്ലവനും, വലതുകരമേറ്റി പറയാം, എൻ്റെ കർത്താവ്, എൻ്റെ കർത്താവ് നല്ലവനും കഷ്ടതയുടെ നാളിൽ അഭയദുർഗവുമാണ്. കഷ്ടതയുടെ നാളിൽ അഭയദുർഗവുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മളെല്ലാവരും. ഓരോ തരത്തിലുള്ള വേദനകളിലൂടെ, ദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മൾ. ഓരോ തരത്തിലുള്ള സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നിങ്ങളും ഞാനും ഒക്കെ. ആ സഹനത്തെ മധുരതരമാക്കി കണ്ടുകൊണ്ട് സ്വീകരിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് നമ്മുടെ ഭാരതത്തിൽ, നമ്മുടെ കേരളത്തിൽ, നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒരു പാവപ്പെട്ട സിസ്റ്റർ വിശുദ്ധയായി മാറിയത്. പ്രൈസ് ദി ലോർഡ്. സ്വരമേറ്റി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹനത്തിൻ്റെ ക്രൈസ്തവമായ വീക്ഷണം എന്തായിരിക്കണമെന്ന് ലോകത്തിന് കാണിച്ചു തന്ന വിശുദ്ധയാണ് അൽഫോൻസാമ. പ്രൈസ് ദി ലോർഡ്. സ്വരമേറ്റി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അൽഫോൻസാമ മരിച്ചു. ശവസംസ്കാര കർമ്മം നടക്കുന്ന സമയത്ത് സംസ്കാര പ്രസംഗം നടത്തണമായിരുന്നല്ലോ. ആ സമയം കർത്താവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കാൻ ദൈവം തമ്പുരാൻ തിരഞ്ഞെടുത്ത ഒരച്ഛനായിരുന്നു ഫാദർ റോമുളൂസ്. റോമുളൂസ് അച്ഛൻ്റെ പേര് മറന്നു പോകരുത്. പറയൂ, പേര് പറയൂ. റോമുളൂസ്. റോമുളൂസ് അച്ഛൻ അൽഫോൻസാമ്മയുടെ മൃതദേഹത്തിൻ്റെ അടുക്കൽ വന്നു. ശവസ്കാര കർമ്മം എല്ലാം തുടങ്ങിയിരിക്കുകയാണ്. ഇടയ്ക്കാണല്ലോ പ്രസംഗം. അച്ഛൻ കണ്ണു തുറന്ന് ചുറ്റും നോക്കിയിട്ട് പറഞ്ഞു, വിശുദ്ധയായിരിക്കുന്ന നമ്മുടെ, വിശുദ്ധയായി മരിച്ച നമ്മുടെ മധ്യേ കിടക്കുന്ന ഈ അൽഫോൻസാമ്മയുടെ മൃതദേഹ സംസ്കാര കർമ്മത്തിൽ സംബന്ധിക്കുവാൻ ഭരണങ്ങാനം കരയിൽ ഇത്രയും കുറച്ചേ ആൾക്കാരുള്ളോ? ഇത്രയും കുറച്ചേ ആൾക്കാരുള്ളോ? വിരലിലെണ്ണാൻ മാത്രമേ കത്തോലിക്കർ ഇവിടെയുള്ളോ? വീണ്ടും റോമുളൂസ് അച്ഛൻ ചോദിച്ചു, ഈ സിസ്റ്ററിൻ്റെ മൃതദേഹ സംസ്കാര കർമ്മത്തിൽ സംബന്ധിക്കാൻ ഇവിടെ ഇത്രയും കുറച്ച് ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷനിൽ സിസ്റ്റേഴ്സ് ഉള്ളോ? എന്തോരം സിസ്റ്റേഴ്സ് ഉണ്ട്, ഇത്രയും കുറച്ച് ഇവിടെയുള്ളോ? ഇവരുടെ മൃതദേഹം ഇവിടെ നിന്നെടുത്ത് അപ്പുറത്തെ പള്ളിയിലെ സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകുവാൻ ആരെയൊക്കെയാണാവോ വേണ്ടത്? 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുങ്ങളോടാണ് പറഞ്ഞത്, നിങ്ങളെ പഠിപ്പിച്ച സിസ്റ്ററാണ് ഈ മരിച്ചു കിടക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് അച്ഛൻ പറഞ്ഞു, നാളുകൾ കഴിയുമ്പോൾ ഇവളെ അടക്കം ചെയ്യുന്ന കല്ലറയിങ്കൽ ലോകം മുഴുവനും വരും. പ്രൈസ് ദി ലോർഡ്. മാർപ്പാപ്പ വരും, കർദിനാളന്മാർ വരും, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നാനാജാതി മതസ്ഥരായ ആൾക്കാർ വരും, ഉറപ്പ് എന്ന് അച്ഛൻ പറഞ്ഞു. റോമുളൂസ് അച്ഛൻ പറഞ്ഞു. വീണ്ടും അച്ഛൻ വേദനയോടെ പറഞ്ഞു, ശവസംസ്കാര കർമ്മമെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് ഇവിടെ വന്നിട്ട് ഇവൾ കിടന്ന ഈ കയറുകെട്ടിലുണ്ടല്ലോ, ആ കയറുകെട്ടിലെ സിസ്റ്റേഴ്സ് നിങ്ങളത് ഉടനെ കത്തിച്ച് കളയരുത്. അവൾ ഛർദ്ദിച്ച രക്തത്തിൽ ഉണ്ടായിരുന്ന രോഗാണുക്കൾ ഉണ്ടാകുമെന്ന് കരുതി നിങ്ങൾ അവൾ കിടന്ന കയറുകെട്ടിൽ കത്തിച്ച് കളയരുത്. അത് തിരുശേഷിപ്പാണ്. അവൾ കിടക്കാൻ ഉപയോഗിച്ച തഴപ്പായ കത്തിച്ച് കളയരുത്, അത് തിരുശേഷിപ്പാണ്. അവൾ വിശർപ്പ് ഉണ്ടാകുമ്പോൾ, വിയർക്കുമ്പോൾ വീശാൻ ഉപയോഗിച്ച
ബഷറി, അത് കത്തിച്ച് കളയരുത്, അത് തിരുശേഷിപ്പാണ്. അവളിട്ട ഈ വസ്ത്രം അത് തിരുശേഷിപ്പാണ്. അവൾ എന്തെല്ലാം ഉപയോഗിച്ചോ, അവൾ ഇട്ടിട്ട് തേഞ്ഞു പോയ ചെരുപ്പ് അത് തിരുശേഷിപ്പാണ്. അവളിരിക്കാൻ ഉപയോഗിച്ച കസേര എല്ലാം തിരുശേഷിപ്പായി മാറും. അതൊക്കെ ഇന്ന് തിരുശേഷിപ്പാണ്. ഇന്നതെല്ലാം കണ്ണാടിക്കൂടിനകത്ത, ചില്ലുകൂടിനകത്ത. കാരണം അത് ഉപയോഗിച്ചവൾ വിശുദ്ധയായി മാറി. വിശുദ്ധയായി മാറിയത് എങ്ങനെയാണ്? സഹനത്തെ ചോദിച്ചു വാങ്ങിയത് കൊണ്ടാണ്, കഷ്ടതകളെ ചോദിച്ചു വാങ്ങിയത് കൊണ്ടാണ്. അവളുടെ സുഹൃദേവൻ നിങ്ങൾക്കറിയാമല്ലോ, സഹനമേ തരണമേ, മരണമേ വരണമേ. സഹനമേ തരണമേ, മരണമേ വരണമേ. നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായോ? ഒരു മാനുഷികമായ രീതിയിൽ നോക്കുമ്പോൾ നമ്മളാരും ഇങ്ങനെ പ്രാർത്ഥിക്കാറില്ല. ഓ സഹനം എനിക്ക് ഇഷ്ടം പോലെ താ എന്ന് നമ്മൾ ആരും പ്രാർത്ഥിക്കാറില്ല. പക്ഷേ ഒരു വിശുദ്ധയായ ഒരാൾക്ക് മാത്രമേ അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. സഹനം, ഓ ദൈവമേ എനിക്കിഷ്ടം പോലെ താ എന്ന് പറയാൻ അവർക്കേ പറ്റുള്ളൂ. ഒരു വിശ്വാസമുള്ള ഒരു വ്യക്തിക്ക് പറയുള്ളൂ. നമ്മൾ വിശ്വാസവർഷം ആചരിക്കുകയാണല്ലോ. ഈ സമയത്തൊക്കെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴം എന്തോരെ ഉണ്ടെന്ന് അറിയുവാൻ വേണ്ടി ദൈവം തമ്പുരാൻ തരുന്ന ഒരു ടെസ്റ്റ് ഡോസാണ് എൻ്റെയും നിങ്ങളുടെയും സഹനം, വേദന എന്ന് പറയുന്നത്. ഓരോ തരത്തിലുള്ള വേദന, സാമ്പത്തികമായ തകർച്ച അതൊരു വേദനയാകാം, കുടുംബത്തിലെ നീറുന്ന പ്രശ്നങ്ങൾ അതൊരു സഹനമാകാം, കഷ്ടപ്പാടുകൾ സഹനമാകാം, സാമ്പത്തിക കടബാധ്യതകൾ സഹനമാകാം, വിവാഹ ജീവിതത്തിലെ പാളിച്ചകൾ സഹനമായി മാറാം, കൂടെയുള്ള മഹാരോഗങ്ങൾ, മാറാ രോഗങ്ങൾ സഹനമായി മാറാം. പക്ഷേ ആ സമയത്തൊക്കെ ദൈവത്തെ പഴിക്കുകയല്ല വേണ്ടത്, ദൈവത്തെ സ്തുതിക്കുകയാണ് വേണ്ടത്. അത് ചെയ്തതാണ് അൽഫോൻസാമ്മ. സഹനം എനിക്ക് വിധിയല്ല, സഹനം എനിക്ക് നിധിയാണ് എന്ന് അൽഫോൻസാമ്മ പറഞ്ഞു. സഹനം എനിക്ക് വിധിയല്ല, സഹനം എനിക്ക് നിധിയാണ്. ഓരോ സഹനത്തിലൂടെയും കടന്നു പോകുമ്പോൾ എൻ്റെ കർത്താവ് എൻ്റെ കഷ്ടതയുടെ നാളുകളിൽ എനിക്ക് അഭയദുർഗമാണ്, എനിക്ക് ശക്തികേന്ദ്രമാണ്. നമുക്ക് എഴുന്നേറ്റ് കൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗായക സംഘത്തിൻ്റെ ഒരു സ്തുതിപ്പ് ഗാനത്തിലൂടെ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഉറക്കെ ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ മഹത്വം, ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരമുയർത്തി സ്തുതിക്കട്ടെ, ഉച്ചത്തിൽ സ്തുതിക്കട്ടെ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈയടിച്ച് പാടാം. നിറഞ്ഞവളേ, കൃപ നിറഞ്ഞവളേ, ദൈവത്തിൻ കൃപ നിറഞ്ഞവളേ, വന്നിടും നിതാ നിൻ സന്നിധേ, നിൻ മക്കൾ ഞങ്ങൾ ആദരവോടെ. അണയാം അണയാം അമ്മയ്ക്കരികിൽ, ജപമാല ചൊല്ലാം വിനയത്തോടെ. അണയാം അണയാം അമ്മയ്ക്കരികിൽ, ജപമാല ചൊല്ലാം വിനയത്തോടെ. ഉയർത്തി ശക്തിയോടെ. വാനദൂതരും ഭൂവാസികളും വാഴ്ത്തിടുന്ന നിർമ്മല കന്നേ, കൈക്കുമ്പിളിൽ
പൂക്കളുമാ വിശ്വാസമോടെ ഞങ്ങൾ വരുന്നു. കൈക്കൊമ്പിളിൽ പൂക്കളുമായി വിശ്വാസമോടെ ഞങ്ങൾ വരുന്നു. അണയാം അണയാം അമ്മയ്ക്കരികിൽ ജപമാല ചൊല്ലാം വിനയത്തോടെ. അണയാം അണയാം അമ്മയ്ക്കരികിൽ ജപമാല ചൊല്ലാം വിനയത്തോടെ. കൈകൾ ഉയർത്തി കൈയടിച്ചുകൊണ്ട് ശക്തിയോടെ ആടിപ്പാട്ടെ ശക്തിയോടെ. ദൈവസന്നിധേ ഞങ്ങൾ ഉയർത്തും പ്രാർത്ഥനകൾക്കുത്തരം നൽകാം. ദൈവസന്നിധി ഞങ്ങൾ ഉയർത്തും പ്രാർത്ഥനകൾക്കുത്തരം നൽകാം. കണ്ണീരോടെ ഞങ്ങൾക്കായി മാധ്യസ്ഥമേകുന്നൊരമ്മയല്ലയോ. കണ്ണീരോടെ ഞങ്ങൾക്കായി മാധ്യസ്ഥമേകുന്നൊരമ്മയല്ലയോ. കൃപ നിറഞ്ഞവളേ കൃപ നിറഞ്ഞവളേ ദൈവത്തിൻ കൃപ നിറഞ്ഞവളേ. വന്നിടും നിതാ നിൻ സന്നിധേ നിൻ മക്കൾ ഞങ്ങൾ ആദരവോടെ. നിറഞ്ഞവളേ കൃപ നിറഞ്ഞവളേ ദൈവത്തിൻ കൃപ നിറഞ്ഞവളേ. വന്നിടുന്നിതാ നിൻ സന്നിധേ നിൻ മക്കൾ ഞങ്ങൾ ആദരവോടെ. അണയാം അണയാം അമ്മയ്ക്കരികിൽ ജപമാല ചൊല്ലാം വിനയത്തോടെ. 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 Praise the Lord. Hallelujah. Hallelujah. ഇരിക്കാം. ട്രൂ ഡിവോഷൻ ടു ബ്ലസ്സഡ് വെർജിൻ മേരി എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് എഴുതിയ ഒരു കൊച്ചു വാചകമുണ്ട്, മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. മറിയത്തെ എത്ര കൂടുതലായി നാം ബഹുമാനിക്കുന്നുവോ അത്രയധികമായി നാം യേശു ക്രിസ്തുവിനെയാണ് ബഹുമാനിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. മറിയത്തെ എത്ര കൂടുതലായി നാം ബഹുമാനിക്കുന്നുവോ അത്ര കൂടുതലായി നാം ആരെ ബഹുമാനിക്കുന്നു? യേശു ക്രിസ്തുവിനെ ബഹുമാനിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മറിയത്തെ എത്രയധികമായി നാം അറിയുന്നുവോ അത്രയധികമായി നാം ആരെ അറിയുന്നു? യേശു ക്രിസ്തുവിനെ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ലൂയിസ് ഡി മോൺഫോർട്ട് പറയുകയായിരുന്നു, നമ്മളെ എല്ലാവരെയും മാതാവിൻ്റെ മുമ്പിൽ അടിമ വെക്കണം. പ്രൈസ് ദി ലോർഡ്. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. നമ്മളെ എല്ലാവരെയും മാതാവിൻ്റെ മുമ്പിൽ അടിമ വെക്കണം എന്ന് പറഞ്ഞാൽ മാതാവിൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ കൊണ്ടുവന്ന് പൂർണ്ണമായും സമർപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളെ സമർപ്പിക്കണം, നമ്മുടെ മക്കളെ സമർപ്പിക്കണം. ഈ അവസരത്തിൽ ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം പേരും കുടുംബജീവിതം നയിക്കുന്നവരാണല്ലോ. നമ്മുടെ മാർപ്പാപ്പായുടെ ഒരു ചെറിയ സന്ദേശം നൽകി ഞാനിതങ്ങ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്ഥാനത്യാഗം ചെയ്ത മാർപ്പാപ്പ ആ സ്ഥാനത്ത് തന്നെ കടിച്ചു തൂങ്ങാതെ അവിടെ തന്നെ തൻ്റെ പ്രായവും തൻ്റെ കഴിവുകളെല്ലാം ഇനി പറ്റിയില്ല എന്ന് മനസ്സിലാക്കി വളരെ എളിമയോടുകൂടെ പ്രാർത്ഥനാപൂർവം ആ സ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോകുന്ന ആളാണല്ലോ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ. ആ മാർപ്പാപ്പ ഒരവസരത്തിൽ മാതാപിതാക്കളെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് പറയുകയായിരുന്നു, എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളുടെ കുട്ടികളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുന്നതിന് നിങ്ങൾ സ്വയം പ്രതിബദ്ധതയുള്ളവരാകുക.
മാതാപിതാക്കളോട് ആദ്യമേ പറഞ്ഞത്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. വലിയ പണ്ഡിതനായ മാർപ്പാപ്പ, വലിയ ദൈവശാസ്ത്രജ്ഞനായ മാർപ്പാപ്പ, ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു പണ്ഡിതൻ എന്ന രീതിയിൽ അറിയപ്പെടുന്ന മാർപ്പാപ്പ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. പക്ഷെ ഓർക്കണം, അത് ഇന്ന് ഏറ്റവും ആവശ്യമാണ്. എന്താണ് മാർപ്പാപ്പ പറഞ്ഞത്? മാതാപിതാക്കളോട് പറഞ്ഞത് നിങ്ങളുടെ മക്കളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുക. അതാണ് ഇന്നില്ലാത്തതും. വേറെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നു, പക്ഷേ നമ്മുടെ മക്കളെ പണ്ടുകാലത്തെ മാതാപിതാക്കൾ മക്കളെ മുട്ടുമേൽ നിർത്തി കുരിശ് വരയ്ക്കാൻ പഠിപ്പിച്ചതും 53 മണി ജപമാല ചൊല്ലിപ്പിച്ചതും ഇന്ന് നടക്കുന്നുണ്ടോ ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ? അവിടെയാണ് തകരാറ്. നമ്മുടെ കുഞ്ഞുങ്ങളെ മുട്ടുമേ നിർത്തി പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. കുച്ചരീശ പുണ്യവതി പറയുകയായിരുന്നു അവരുടെ സ്വയംകൃതചരിതത്തിൽ, പള്ളിക്കകത്ത് ചെല്ലുമ്പോൾ കൈകൾ കൂപ്പിപ്പിടിച്ച് പ്രാർത്ഥിക്കാൻ എനിക്ക് കഴിഞ്ഞത് എൻ്റെ ഡാഡി, എൻ്റെ അപ്പൻ എപ്പോഴും പള്ളിക്കകത്ത് കൈകൾ കൂപ്പിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടാണ് ഞാനെന്ന്. അപ്പൻ്റെ മുഖത്തിൻ്റെ തൊട്ട് താഴെയാണ് അവൾ മുട്ടുകുത്തി നിന്നത്. അപ്പോൾ അവൾ എപ്പോഴും അപ്പൻ്റെ കണ്ണീര് ഇവിടെ തലയിൽ വന്ന് വീഴുമ്പോൾ മുകളിലേക്ക് നോക്കും. അപ്പോൾ ലൂയിസ് മാർട്ടിൻ കരയുവാണ്. മാർട്ടിൻ കരയുന്നു. എന്തിനാ അപ്പച്ച കരയുന്നേ? അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, നിൻ്റെ കുസൃത്തരെല്ലാം കണ്ട് ഓർത്ത് കരഞ്ഞതാ എന്ന്. അപ്പോൾ അവൾ പറയുകയായിരുന്നു, എൻ്റെ കുസൃത്തരമൊക്കെ ഞാൻ നിർത്തിക്കോളാം എന്ന്. നിങ്ങൾക്കറിയാമല്ലോ, അവളുടെ സ്വയംകൃത ജീവിതത്തിൽ പറയുന്നു, പള്ളിക്കകത്ത് അച്ഛൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ കുട്ടികളുടെ ഇടയിൽ വലിയൊരു ബഹളം. അപ്പോൾ അച്ഛന് ഇവളുടെ പേരറിയാം. ഉടനെ അവൾ കണ്ടുകൊണ്ട് അച്ഛൻ വിളിച്ചു പറഞ്ഞു, എടി കൊച്ചറാണി, എഴുന്നേറ്റ് നിൽക്കടി അവിടെ എന്ന് പറഞ്ഞു. പള്ളിക്കകത്ത് ഇത്രയും ജനം കൂടി നിൽക്കുമ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരുന്ന അച്ഛൻ ചൂടായി പെട്ടെന്ന് ദേഷ്യം വന്ന്, എടി കൊച്ചറാണി, അവിടെ എഴുന്നേറ്റ് നിൽക്കടി എന്ന് പറഞ്ഞു. അവൾ എഴുന്നേറ്റ് നിന്നില്ല. ആദ്യം നിന്നോടാ പറഞ്ഞത് എഴുന്നേറ്റ് നിൽക്കാൻ എന്ന് പറഞ്ഞ മാത്രയിൽ അവൾ എഴുന്നേറ്റ് നിന്നിട്ട് ഉടനെ ആ അച്ഛനെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ടിട്ട് പറഞ്ഞത്, അച്ഛനെ ഞാൻ മുട്ടുകുത്തിക്കുമെന്ന് പറഞ്ഞു. ഉറക്കെ പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, വർഷങ്ങൾ കഴിഞ്ഞ് റോമിലെ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ 3.5 ലക്ഷം ജനം നിൽക്കുമ്പോൾ ഒരു വിശുദ്ധയായി ഒരു പാവപ്പെട്ട ഒരു സിസ്റ്ററിനെ വിശുദ്ധയായി പ്രഖ്യാപിക്കാൻ പോവുകയാണ് ഈ കുച്ചരീസ്യ പുണ്യവതിയെ. പ്രൈസ് ദി ലോർഡ്. ഒരച്ഛൻ, പ്രായം ചെന്നൊരച്ഛൻ, കീറിപ്പോയ ഒരു ലോഹയും മുഷിഞ്ഞു നാറിയ ഒരു തൊപ്പിയും വളഞ്ഞ ഒരു വടിയും കുത്തിപ്പിടിച്ച് ജനങ്ങളുടെ മധ്യത്തിലൂടെ പോയപ്പോഴത്തേക്ക് ആൾക്കാർ തടഞ്ഞു. അച്ഛൻ, ഈ പ്രായം ചെന്ന അച്ഛൻ ഇങ്ങോട്ടായി പോണേ. ഉടനെ അച്ഛൻ പറഞ്ഞു, എനിക്ക് അവളുടെ ഭൗതിക ദേഹത്തിന് മുമ്പിൽ മുട്ടുകുത്തണം. അവളുടെ ഭൗതിക ദേഹത്തിന് മുമ്പിൽ മുട്ടുകുത്തണം. അവൾ പറഞ്ഞത് അവൾ പ്രാവർത്തികമാക്കി. അച്ഛനെ ഞാൻ മുട്ടുകുത്തിക്കുമെന്ന് പറഞ്ഞെങ്കിൽ മുട്ടുകുത്തിച്ചു. പ്രൈസ് ദി ലോർഡ്. മുട്ടുകുത്തിക്കാനുണ്ടായ കാരണമുണ്ടല്ലോ, സ്വന്തം അപ്പൻ്റെയും അമ്മയുടെയും പ്രാർത്ഥനയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് മാർപ്പ പറയുന്നത്, മക്കളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുക. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളുടെ കുട്ടികളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. അതിൽ സ്വയം പ്രതിബദ്ധതയുള്ളവരായി തീരുകയും ചെയ്യുക. ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കണം. വീണ്ടും അവരോടൊപ്പം പ്രാർത്ഥിക്കണം. മാതാപിതാക്കൾ മക്കളോടൊപ്പം പ്രാർത്ഥിക്കണം. വീണ്ടും പറയുന്നു, കൂദാശകളുടെ സ്ഥലത്തേക്ക്, പ്രത്യേകിച്ച് ദിവ്യബലിയിലേക്ക് നിങ്ങളുടെ മക്കളെ കൊണ്ടുവരണം. നമ്മുടെ ഇടവക ദേവാലയത്തിലേക്ക് നമ്മളുടെ മക്കളെ കൊണ്ടുവരണം. കുർബാനയിലേക്ക് അവരെ കൊണ്ടുവരണം. കുർബാന സ്വീകരിക്കാൻ മക്കളെ പ്രേരിപ്പിക്കണം, പഠിപ്പിക്കണം. സഭാ ജീവിതത്തിലേക്ക് അവരെ പരിചയപ്പെടുത്തണം. എന്താണ് സഭയെന്ന് നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. സഭയുടെ പ്രബോധനങ്ങൾ എന്താണെന്ന് പഠിപ്പിക്കണം. സഭയിൽ നിലനിൽക്കാൻ പഠിപ്പിക്കുകയും വേണം. കുടുംബത്തിൽ സുദൃഢമായ സ്നേഹബന്ധം സ്ഥാപിക്കണം. മക്കളും മാതാപിതാക്കളും തമ്മിൽ നല്ല സ്നേഹത്തിൽ ആയിരിക്കുവാൻ ഇടയാക്കണം. പ്രൈസ് ദി ലോർഡ്. അവസാനമായി മാർപ്പാപ്പ പറഞ്ഞു, നിങ്ങളുടെ എല്ലാവരുടെയും വീട്, നിങ്ങളുടെ എല്ലാവരുടെയും ഭവനം ഒരു സെഹിയോൻ മാളികയായി മാറട്ടെ എന്ന്. നിങ്ങളുടെ എല്ലാവരുടെയും ഭവനം, നിങ്ങളുടെ എല്ലാവരുടെയും കുടുംബം ഒരു സെഹിയോൻ മാളികയായി മാറട്ടെ. പ്രൈസ് ദി ലോർഡ്. സെഹിയോൻ മാളിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? മാതാവ് ഉണ്ടായിരുന്നു, അപ്പസ്തോലന്മാരുണ്ടായിരുന്നു. എന്നപോലെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ആരുണ്ടായിരിക്കണം? മാതാവ് ഉണ്ടായിരിക്കണം, അപ്പസ്തോലന്മാരുണ്ടായിരിക്കണം, സകല വിശുദ്ധരുണ്ടായിരിക്കണം, സകല മാലാഖമാരുണ്ടായിരിക്കണം. എല്ലാറ്റിലുപരിയായി പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കണം. നമ്മുടെ എല്ലാവരുടെയും വീടുകൾ പരിശുദ്ധാത്മാവിന് നിറഞ്ഞ വീടായി മാറട്ടെ. ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹല്ലേലൂയ. കർത്താവായ ഈശോയെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും പൂർണ്ണമായും കാഴ്ചവെക്കുന്നു. നീ സ്വീകരിക്കണമേ, അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ തേടുകയായിരുന്നു. യേശുവിനെ സ്വീകരിച്ചവളും യേശുവിനെ സംവഹിച്ചവളും യേശുവിനെ ലോകത്തിനായി സമ്മാനിച്ചവളുമായ അമ്മേ, ഞങ്ങളുടെ ജീവിതത്തിലും ഇതാ കർത്താവിൻ്റെ ദാസൻ, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയെ സ്വീകരിക്കുവാനും ഈശോയെ ഹൃദയത്തിൽ സംവഹിക്കുവാനും ഞങ്ങളുടെ പ്രവൃത്തിയിലൂടെ യേശുവിനെ സമ്മാനിക്കുവാനും ഞങ്ങൾക്കിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വരും നിമിഷങ്ങളിൽ നടക്കാൻ പോകുന്ന ആരാധനയിലൂടെ കർത്താവിൻ്റെ ശക്തി ഞങ്ങളിൽ എല്ലാവരിലേക്ക് കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നടക്കുന്ന ഇനിയുള്ള എല്ലാ ശുശ്രൂഷകളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.